സർക്കാർ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ആരോഗ്യവകുപ്പിന് കീഴിലെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 3 വർഷത്തിലൊരിക്കൽ പോയിട്ട് 10 വർഷത്തിലൊരിക്കൽ പോലും സ്ഥലം മാറ്റമില്ലാത്ത 76 പേർ KMSCL ഉണ്ടെന്ന നിയമസഭാ രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു. 10 വർഷമായി പർച്ചേസ് വിഭാഗമടക്കം പ്രധാന സീറ്റുകളിൽ തുടരുന്ന 76 ജീവനക്കാരുണ്ടെന്ന ഞെട്ടിക്കുന്ന കണക്കാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന് കീഴിലെ കാരുണ്യ ഫാർമസിയിൽ വെട്ടിപ്പ് നടത്തിയ കരാർ ജീവനക്കാരന് മന്ത്രി വീണ ജോർജിന്റെ വകുപ്പ് കരാർ പുതുക്കി നൽകിയ വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, അടിമുടി ദുരൂഹതയാണല്ലോ വകുപ്പിലെ നിയമനമടക്കം. ഇതെന്താണ് സംഭവിക്കുന്നത് ആരോഗ്യവകുപ്പിൽ? അരുൺ, ആരോഗ്യ വകുപ്പിലെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ കണക്കാണ് ഇപ്പോൾ അരുൺ വായിച്ചത്. അവിടെ ആകെ 645 ജീവനക്കാരാണ് അരുണുള്ളത്. കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് ഈ 645 പേരിൽ 640 ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരാണ് എന്നതാണ്. ആകെ 5 പേർ മാത്രമാണ് MD അടക്കം ഉയർന്ന തസ്തികയിലുള്ള വെറും 5 പേർ മാത്രമാണ് അവിടെ സ്ഥിരം ജീവനക്കാരായി ഉള്ളത്, അതായത് സർക്കാർ ജീവനക്കാരായുള്ളത്. അതുകൊണ്ട് തന്നെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആരോഗ്യവകുപ്പിന് കീഴിലാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ഒരു അഴിമതിയോ ഒരു വെട്ടിപ്പോ നടന്നാൽ അത് കണ്ടുപിടിക്കുക എളുപ്പമല്ല എന്ന് മാത്രമല്ല, അഴിമതിയും വെട്ടിപ്പും നടത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പിറകെയാണ് നമ്മൾ, അതായത് ഒരു 70 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയതിന് ശേഷം വിദേശത്തേക്ക് കടന്നു കളഞ്ഞ ഒരു കരാറുകാരൻ്റെ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയാണ്. വരുന്ന ദിവസം നമുക്ക് പുറത്തുവിടാനും പറ്റും. അതായത് 640 കരാർ ജീവനക്കാരിലരുൺ 76 പേർ 10 വർഷമായി ഒരൊറ്റ സീറ്റിൽ തന്നെ ഇരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് നിയമസഭയിൽ മന്ത്രി വീണ ജോർജിന് കൊടുക്കേണ്ടി വന്നത്. അതായത് അരുൺ, ഇവിടുത്തെ കോടികളുടെ ആ പർച്ചേസ് കൈകാര്യം ചെയ്യുന്ന സീറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വർഷങ്ങളായിട്ടും മാറിപ്പോകാത്ത ആളുകൾ ഇരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം അരുണിന് മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും പർച്ചേസ് വിഭാഗത്തിലെ ആളുകളെ എന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന്. അതായത് 640 കരാർ ജീവനക്കാരും ഈ സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്, വകുപ്പിന് വേണ്ടപ്പെട്ടവരാണ്, സ്വാഭാവികമായും മന്ത്രിക്കും വേണ്ടപ്പെട്ടവരായിരിക്കാം. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ചട്ടം 3 വർഷത്തിലൊരിക്കൽ സ്ഥലം മാറ്റം കൊടുത്തിരിക്കണം എന്ന ചട്ടം ഈ കരാർ ജീവനക്കാരുടെ മുന്നിൽ വില പോകാത്തത്. അവരെ യഥേഷ്ടം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിൽ 31 ലക്ഷം വെട്ടിപ്പ് നടത്തിയിട്ടും അവർക്ക് വീണ്ടും പുനർനിയമനം കൊടുക്കാനുള്ള മന്ത്രി ഓഫീസിന്റെ തീരുമാനം ഉത്തരവായി ഇറങ്ങുകയും ചെയ്യുന്നത്. അരുൺ, ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രത്യേകിച്ച് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ നടക്കുന്ന വെട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം തോന്നും പോലെയുള്ള കരാർ നിയമനമാണ്, സർക്കാരിന്റെ ചട്ടലംഘനങ്ങളാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ്. നോക്കൂ, ചട്ടങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ആരോഗ്യവകുപ്പ്. വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. ആരോഗ്യവകുപ്പ് പോലെ ഒരു വകുപ്പിനെ, വളരെ സുപ്രധാനപ്പെട്ട ഒരു വകുപ്പിൽ നടക്കുന്ന നിയമനങ്ങൾ അത് അത്രമേൽ സുതാര്യമായിരിക്കണം.